അധികാരം നിങ്ങൾ തെറ്റിപ്പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും. വീണ്ടും നമ്മുടെ വീട്ടുമുറ്റത്തെ പൈപ്പിൽ കൂടെ കാറ്റ് മാത്രം വന്നുകൊണ്ടിരിക്കും. നമ്മളെന്നും കല്ലിന്മേൽ കല്ലിന് ചാടി ചാടി പോകേണ്ട ഒരു അവസ്ഥ വരും. ഇതിനൊക്കെ ഒരു മാറ്റം വേണം. ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞോട്ടെ, ഒരു ദിവസം നമ്മുടെ വീട്ടിൽ പട്ടിണി കിടക്കണമെങ്കിൽ നമ്മൾ എത്ര രൂപ മുടക്കണം? ഭക്ഷണം വേണ്ട, വെറും പട്ടിണി നമ്മുടെ വീട്ടിൽ കിടക്കണമെങ്കിൽ നമ്മൾ വാട്ടർ ബില്ല് കൊടുക്കണ്ടേ? വെള്ളം വന്നില്ലേലും കറണ്ട് ബില്ല് കൊടുക്കണ്ടേ? മീറ്റർ ചാർജ് കൊടുക്കണ്ടേ? ഉപയോഗിച്ചില്ലെങ്കിലും ഒന്നും വേണ്ട. പ്ലാസ്റ്റിക് വീട്ടിലില്ലേ നമ്മൾ കൊടുക്കണ്ടേ 50 രൂപ? പ്ലാസ്റ്റിക് കൊണ്ടുപോയാൽ ഇല്ലേലും കൊടുക്കണ്ടേ നമ്മൾ 50 രൂപ? ചേച്ചിമാര് പാവങ്ങൾ വന്ന് വെയിലത്ത് വന്ന് ഇത് കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നു. അവർക്കതിന് തുച്ഛമായ വരുമാനമേ ഉള്ളൂ. പക്ഷെ നമ്മൾ കൊടുക്കുന്നൊരു എമൗണ്ടോ? ഇതിനൊക്കെ ഒരു മാറ്റം വേണ്ടേ? അപ്പോൾ നമ്മുടെ വീട്ടിൽ പഞ്ഞം കിടന്ന് ഉറങ്ങണമെങ്കിലും നമ്മൾ കാശ് കൊടുക്കണം. ഈ കാശ് മൊത്തം എങ്ങോട്ടാണ് പോണത്? ഇത് ഈ നികുതി പണങ്ങൾ മുഴുവൻ കളക്ട് ചെയ്തിട്ട് ഇത് ആരാണ് ഇതിന്റെ അനുഭവസ്ഥരെന്നാണ് നമ്മൾ ആലോചിക്കണം. ഒരു വാർഡ് മെമ്പർക്ക് എന്റെ മിതമായ അറിവിൽ 8000 രൂപ അടുത്ത സാലറി ഉള്ളൂ. 5 വർഷം ഒരു മെമ്പർ ഭരിച്ച് ഇറങ്ങുമ്പോൾ ആ മെമ്പർ കയറുന്നതിന് മുമ്പുള്ളതായിരുന്നോ ആസ്തി എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ടാണ് ഇവര് നമ്മളെ തോപ്പിച്ചു കളയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട അമ്മമാരോടാണ് എനിക്ക് പറയാനുള്ളത്. എന്നോട് ഒരുപാട് അമ്മമാർ ചോദിച്ചു, ഈ വീടൊന്ന് നോക്ക്, ഈ പൈപ്പൊന്ന് നോക്ക്, എന്തിനാ നിങ്ങൾക്ക് വോട്ട് തരണം? അതിന് മറുപടി ആയിരിക്കണം നിങ്ങളുടെ വോട്ട്. നിങ്ങൾ വോട്ട് തരണം. ആ വോട്ട് നിങ്ങളുടെ അധികാരമാണ്. ആ അധികാരം നിങ്ങളുടെ പൂർണ്ണ ബോധ്യത്തോടെ വേണം നിങ്ങൾ പ്രയോഗിക്കാൻ. നിങ്ങൾക്ക് ഈ തവണ തെറ്റരുത്. കാലാകാലങ്ങളായി നമുക്ക് തെറ്റി പോകുന്ന രാഷ്ട്രീയത്തെ നമുക്ക് മാറ്റണം. നമുക്കൊരു ശുദ്ധീകരണം ആവശ്യമാണ്. ആ ശുദ്ധീകരണം നടത്താനുള്ള നിങ്ങളുടെ ഏറ്റവും വലിയ അധികാരമായ വോട്ട് ചൂലടയാളത്തെ രേഖപ്പെടുത്തി എന്നെ ജയിപ്പിക്കണമേ എന്ന് ഏറ്റവും സ്നേഹത്തോടെ എന്റെ പനങ്കരയിലെ പ്രിയപ്പെട്ട ജനങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.